സമാനതകളില്ലാത്ത ദുരന്തമാണ് കേരളം അഭിമുഖീകരിക്കുന്നത്. അതിനുവേണ്ടി അവിടെ തെരച്ചിലിന് വേണ്ടി 4-ാം ദിനത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഇന്ന് നമുക്ക് സാധ്യമായ സർവ്വ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലാണ് നടക്കാൻ പോകുന്നത്. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായതോടുകൂടി ആ തെരച്ചിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. കൂടുതൽ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിയുള്ള തെരച്ചിലായിരിക്കും ഇന്ന് നടക്കുക. നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ 6 സോണുകളിൽ 6 മേഖലകളായി തിരിച്ചുള്ള അന്വേഷണം നടക്കാൻ പോകുന്നു. മണ്ണിനടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുക, ഡോഗ് സ്ക്വാഡിൻ്റെ അടക്കം സഹായം അതിനായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ദിനത്തിൽ ദൗത്യസംഘത്തിൻ്റെ നീക്കങ്ങളായി നമുക്ക് കാണാൻ കഴിയുക. വലിയ വാഹനങ്ങൾ, അതുപോലെ മെഡിക്കൽ ആംബുലൻസുകളൊക്കെ ഇന്ന് ബെയിലി പാലം കടന്ന് മറുകരയിലേക്ക് എത്താൻ പോകുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നാണെങ്കിലും വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചകളാണ്, ഹൃദയഭേദകമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് പേർ ഉറ്റവരെ തിരഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട് ജീവൻ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ക്യാമ്പുകളിൽ കഴിയുന്ന കാഴ്ച, അവിടെ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടതാണ്. കണ്ണീരുണങ്ങാതെ നിൽക്കുന്നു. ഹൃദയഭേദകം എന്ന് മാത്രം നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള കാഴ്ചകൾ വിവിധയിടങ്ങളിൽ നിന്ന് കാണുന്നു. കിലോമീറ്ററുകൾക്കപ്പുറത്ത് ചാലിയാർ പുഴയിൽ നിന്ന് മൃതദേഹങ്ങൾ, ശരീരഭാഗങ്ങളൊക്കെ കണ്ടെത്തുന്ന നിലയിലേക്ക് ആ അപകടത്തിൻ്റെ എത്രത്തോളം വലിയ ദുരന്തം എന്ന് നമുക്കത് അതിൽ നിന്ന് വ്യക്തമാവുന്നതാണ്. 297 എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി മരണസംഖ്യയുമായി ബന്ധപ്പെട്ട് ലഭ്യമായിരിക്കുന്ന വിവരം. ഇനിയും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് മുണ്ടക്കൈ ഭാഗത്ത്, അതുപോലെ പുഞ്ചിരിമട്ടം ഭാഗത്ത്, വെള്ളാർമല വില്ലേജ് റോഡിൻ്റെ പരിസരത്ത്, GVHSS വെള്ളാർമലയുടെ പരിസരത്ത്, പുഴയുടെ അടിവാരത്തൊക്കെ ഇന്ന് തെരച്ചിൽ നടക്കാൻ പോവുകയാണ്. അതാണ് 6 മേഖലകളായി നിശ്ചയിച്ചിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, സമയം 6:30 പിന്നിടുന്നു. 7 മണിയോടുകൂടി ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷഫീദ്. ഉറപ്പായിട്ടും നമുക്കറിയാം, സമാനതകളില്ലാത്ത മഹാദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. ആ ദുഃഖത്തിൽ നിന്ന്, ആ ഞെട്ടലിൽ നിന്ന് ഇതുവരെയും വയനാട്ടുകാർ മാറിയിട്ടില്ല. നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഒരു മാസ്റ്റർ പ്ലാൻ അനുസരിച്ചായിരിക്കും ഇന്ന് ഈ മേഖലകളിൽ പരിശോധന നടത്തുക എന്നുള്ളതാണ്. ആ മാസ്റ്റർ പ്ലാൻ ഇന്നലെ ചേർന്ന മന്ത്രിതല ഉപസമിതി യോഗത്തിലും അതേപോലെ തന്നെ സേനാംഗങ്ങളുടെ യോഗത്തിലും നടപ്പാക്കിയിട്ടുണ്ട്. ആ മാസ്റ്റർ പ്ലാൻ 2 തരത്തിലാണ്. അതിലൊന്ന്, ഈ ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച ചൂതൽമല മുതൽ മുകളിൽ അട്ടമല വരെയുള്ള ഭാഗത്തെ 6 സോണുകളാക്കി കേന്ദ്രീകരിച്ചുകൊണ്ട് 40 അംഗ സംഘങ്ങൾ പരിശോധന നടത്തും. രണ്ടാമത്തേത് ചാലിയാർ പുഴയിൽ നടത്തുന്ന വലിയ പരിശോധനയാണ്. ആ പരിശോധനയിലും ആർമി സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുകയും ചെയ്യും. ഏതായാലും ഈ പരിശോധനയുടെ കൂടുതൽ വിവരങ്ങൾ നിലവിലിപ്പോൾ അവരെടുത്തിരിക്കുന്ന മാസ്റ്റർ പ്ലാൻ ഇങ്ങനെയാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ചൂതൽമല ഭാഗത്ത് നിന്ന് അങ്ങോട്ടേക്ക് മുണ്ടക്കൈ ഭാഗത്തേക്കടക്കം ഇന്നലെ വൈകിട്ട് വരെ ഒരു കണക്ടിവിറ്റി, ഒരു കമ്മ്യൂണിക്കേഷൻ റോഡ് ഇല്ലായിരുന്നു. പക്ഷേ ആർമി സംഘത്തിന്റെ ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട അവരുടെ പരിശ്രമത്തിനൊടുവിൽ മദ്രാസ് റെജിമെന്റ് ബെയിലി പാലം യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് കൂടുതൽ വാഹനങ്ങൾ, യന്ത്രസാമഗ്രികളുമായിട്ടൊക്കെ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകും, അല്ലെങ്കിൽ അട്ടമല, ആറന്മല ഭാഗത്തേക്കൊക്കെ പോകും. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. ഇനി ഇവിടെ നടക്കുന്ന പരിശോധന ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ ബെയിലി പാലത്തിലൂടെ ആർമി സംഘങ്ങൾ മുണ്ടക്കൈ ഭാഗത്തേക്ക് നീങ്ങുകയാണ്. അവർ അവിടെ എത്തിയതിനു ശേഷമായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു തെരച്ചിൽ. 25 ആംബുലൻസുകൾ തൊട്ടടുത്ത മണിക്കൂറിൽ ഇവിടെ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കൊക്കെ പോകും. മുണ്ടക്കൈ ഭാഗത്തെത്തി അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 6 സെക്ടറുകൾ ഇങ്ങനെയാണ്. ഒന്നാമത്തെ സെക്ടറായി വരുന്നത് അട്ടമലയും ആറന്മലയുമാണ്. രണ്ടാമത്തെ സെക്ടർ മുണ്ടക്കൈയാണ്. മൂന്നാമത്തെ മേഖലയാണ് പുഞ്ചിരിമട്ടം. അതിനുശേഷം താഴെ ഈ വെള്ളാർമല വില്ലേജ് റോഡുണ്ട്. അടുത്ത സെക്ടർ, 5ാമത്തെ സെക്ടർ GVHSS വെള്ളാർമലയാണ്. 6ാമത്തെ സെക്ടർ അത് ഈ നദിയുടെ താഴ്ഭാഗം, അതായത് ചൂരൽമലയുടെ താഴ്ഭാഗം, നദി അങ്ങനെ പോകുന്ന സ്ഥലം. അങ്ങനെ 6 സെക്ടറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് 40 പേരടങ്ങുന്ന സംഘമായിരിക്കും ഓരോ സെക്ടറുകളിലും പരിശോധന നടത്തുക. അതിൽ NDRF ടീമോ SDRF ടീം അടക്കമുള്ള ആർമി സംഘങ്ങൾ, അല്ലെങ്കിൽ അവരെ കൂടാതെ ആർമി ഉദ്യോഗസ്ഥരും ആ സംഘത്തിൽ ഉണ്ടാകും. നേവി ഉദ്യോഗസ്ഥരടക്കം ആ സംഘത്തിലുണ്ടാകും. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ടാകും. കൂടാതെ 3 പ്രാദേശികമായിട്ടുള്ള നാട്ടുകാരും ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ആ സംഘത്തിൽ ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വരിവരിയായി മുണ്ടക്കൈ ഭാഗത്തേക്ക് പോവുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഇന്ന് പ്രതീക്ഷയുടെ ദിവസം കൂടിയാണ്. ഏറ്റവും കൂടുതൽ റെസ്ക്യൂ ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിയും. പോലീസിന്റെ 6 നായകൾ നിലവിൽ ഇപ്പോൾ ഇവിടെയുണ്ട്. പോലീസിന്റെയും ആർമിയുടെയും 6 കടാവർ നായകളുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് 4 നായകളെ കൂടി എത്തിക്കാനുള്ള നീക്കം, 4 നായകൾ കൂടി പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഔദ്യോഗിക അറിയിപ്പും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പരിശോധനയാകട്ടെ, അത് ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട്
കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചാലിയാർ പുഴയിൽ നമ്മൾ കണ്ടതാണ് ഈ പ്രദേശത്തെ മനുഷ്യർ, ഒരു രാത്രി ഉറങ്ങാൻ കിടന്ന മനുഷ്യർ അവർ മരിച്ച് മൃതദേഹമായി പൊങ്ങിക്കിടക്കുന്ന കാഴ്ചകൾ, വേദനാജനകമായ ദുഃഖകരമായുള്ള ഒരു കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ്. 40 കിലോമീറ്റർ പരിധിയിൽ വരുന്ന 8 പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച അതിന്റെ ആ പരിധികളിൽ പോലീസുകാരും പ്രാദേശിക നാട്ടുകാരും മുങ്ങൽ വിദഗ്ധരും അടക്കമുള്ള ആളുകൾ പരിശോധന നടത്തും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ പോലീസിന്റെ ഹെലികോപ്റ്റർ സൗകര്യം അതുപയോഗിച്ചുകൊണ്ട് ഏരിയൽ നിരീക്ഷണം, ഏരിയൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതിനൊപ്പം തന്നെ മറ്റു ടീമംഗങ്ങളും പരിശോധന നടത്തും എന്നുള്ള വിവരം, അത് കോസ്റ്റ് ഗാർഡും നേവിയും ഉൾപ്പെടെയുള്ള ആളുകളും ചാലിയാർ പുഴയിൽ ഇന്ന് പരിശോധന നടത്തും എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും അട്ടമല, ആറന്മല അടക്കമുള്ള ഭാഗങ്ങളിൽ നമ്മൾ കൂടുതൽ അപകടം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ആ ഭാഗങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് കൂടുതൽ മൃതദേഹങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് കണ്ടെത്തിയേക്കുമെന്നുള്ളൊരു സൂചന അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ആശങ്കാജനകമായ, നിരാശാജനകമായ സാഹചര്യമാണ് അതൊക്കെ. ഈ സമയത്ത് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് കഴിഞ്ഞ 3/4 മണിക്കൂറായി ഈ ചൂരൽമല ഭാഗത്തേക്ക് കാര്യമായ മഴ പെയ്യുന്നുണ്ട്. മുണ്ടക്കൈ ഭാഗത്തേക്ക് നമ്മളെ ഇതുവരെയും കടത്തി വിട്ടിട്ടുമില്ല. അപ്പോൾ അവിടുത്തെ സാഹചര്യം നമുക്കറിയില്ല. ചില ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു, വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വന്നു, മുണ്ടക്കൈ ഭാഗത്ത് കാര്യമായ മഴയുണ്ട് എന്നുള്ള അറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിൽ കാലാവസ്ഥയടക്കം സകലതും പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഈ സമാനതകളില്ലാത്ത ദുരന്തം നടന്ന വയനാടൻ മണ്ണിൽ ആളുകൾ അലറി വിളിച്ച വയനാടൻ മണ്ണിൽ ഇപ്പോൾ ഒരു അടുത്ത ഘട്ടം 4-ാം ദിവസം രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഏറ്റവും ഒടുവിൽ വന്ന മരിച്ചവരുടെ കണക്ക് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാണാതായവരുടെ കണക്ക് ഔദ്യോഗികമായി ഒരു സ്ഥിരീകരിച്ച വിവരം അല്ലെങ്കിൽ കൂടി 206, 240 എന്നൊക്കെ പറയുന്നത് ഈ മേഖലയെ കേന്ദ്രീകരിച്ച് വലിയ തരത്തിൽ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശത്തെ ഈ സ്കൂളിലെ, വെള്ളാർമല സ്കൂളിലെ പ്രധാന അധ്യാപകന്റെ വിഷമം നമ്മൾ ഇന്നലെ കണ്ടതാണ്. പൊട്ടിക്കരയുകയായിരുന്നു അധ്യാപകൻ. 26 കുട്ടികളെ ഈ ഉരുൾപൊട്ടലിന്റെ ഭാഗമായി കാണാതായി അല്ലെങ്കിൽ മരിച്ചു എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതും സങ്കടകരമായ കാര്യമാണ്. ഇത്രയധികം കുട്ടികൾ ഈ ദുരന്തത്തിന്റെ ഭാഗമായി ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ബെയിലി പാലമാണ്. ഈ ബെയിലി പാലം വന്നതോടുകൂടി കണക്ടിവിറ്റി കുറച്ചുകൂടി കൂടുതൽ കാര്യക്ഷമമായിട്ടുണ്ട് മുണ്ടക്കൈ ഭാഗത്തേക്ക്. ആ ഭാഗത്തേക്ക് ഇപ്പോൾ സൈന്യം നടന്നു നീങ്ങുകയാണ്. ആദ്യ സംഘം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഓരോ 4-ാം ദിനത്തിലെ തെരച്ചിൽ ആരംഭിക്കാൻ പോവുകയാണ്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. ബെയിലി പാലം കടന്ന് ദൌത്യസംഘം മറുകരയിലേക്ക് പോകുന്ന കാഴ്ച. 7 മണിയോടുകൂടി തന്നെ ഇന്നത്തെ തെരച്ചിൽ തുടങ്ങാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ദൗത്യസംഘം പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും അവിടെ മഴ തുടരുന്ന സാഹചര്യമുണ്ട്. എങ്കിലും ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് ഈ തെരച്ചിലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞത് തെരച്ചിലിന് വേഗം കൂടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വലിയ നാശനഷ്ടം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത അത്രയും വലിയ ദുരന്തം, ആ ദുരന്തമുഖത്ത് നിന്നുള്ള 4-ാം ദിനത്തിലെ തെരച്ചിലാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ശ്രീകാന്ത് കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, 6 മേഖലകളായി തിരിച്ചുള്ള തെരച്ചിലാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. 40-അംഗ സംഘം ഓരോ സോണിലും, അട്ടമലയിലും ആറന്മലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും വെള്ളാർമല വില്ലേജ് റോഡിലും GVHSS വെള്ളാർമലയിലും പുഴയുടെ അടിവാരത്തുമൊക്കെ ഇന്ന് തെരച്ചിൽ നടക്കും. അല്പം കൂടി വിപുലമായ രീതിയിലുള്ള തെരച്ചിലായിരിക്കും ഇന്ന് നടക്കുക എന്നുള്ള കാര്യം നമുക്കറിയാം. കൂടുതൽ സംവിധാനങ്ങൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ തന്നെ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്നത് അതൊരു വെല്ലുവിളിയായി മാറുമോ ശ്രീകാന്ത്? റിജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ എൻട്രൻസ് ഭാഗത്താണ്. ഈ ചൂരൽമലയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട എൻട്രൻസിലാണ്. ഇവിടെ നിന്ന് രക്ഷാദൗത്യ സംഘം, രക്ഷാപ്രവർത്തകർ അകത്തേക്ക് നീങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവർ ആ ബെയിലി പാലത്തിന് സമീപത്തേക്ക് എത്തി ബെയിലി പാലം കടന്നു വേണം അവിടെ നിന്നും ഉള്ളിലേക്ക് പോകാൻ. ഒരു ബുദ്ധിമുട്ടിക്കുന്ന കാര്യം, രാവിലെ മുതൽ ഇന്നിവിടെ മഴ പെയ്യുന്നു എന്നുള്ളതാണ്. ഇത്രയും സമയം ഇവിടെ മഴ ഉണ്ടായിരുന്നില്ല. ഇത്രയും 2-3 ദിവസം ഇവിടെ രാവിലെ ഇങ്ങനത്തെ ഒരു മഴ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ശക്തമായ മഴയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാം, രക്ഷാപ്രവർത്തകർ ഇപ്പോൾ രാവിലെ തന്നെ എത്തി അവരവിടേക്ക് നീങ്ങുകയാണ്. കാരണം ഇന്നത്തെ ദിവസത്തിന് വലിയ പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ 3 ദിവസവും ആരെങ്കിലും ജീവനോടെയുണ്ടോ, എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ തുടങ്ങിയ തെരച്ചിലാണ് പ്രധാനമായും നടന്നത്. അത് ജീവൻ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു ദൗത്യം. എന്നാൽ ഇന്നിപ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. ആളുകൾ ജീവനോടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് ഇതിനോടകം വ്യക്തമായ പശ്ചാത്തലത്തിൽ ഇനി മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. വലിയ യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്.
അത് ഇന്ന് ബെയിലിപ്പാലം കടന്ന് മുണ്ടക്കൈ അതോടൊപ്പം പുഞ്ചിരിമട്ടം ഭാഗത്തേക്കൊക്കെ പോകും. ഈ രണ്ട് സൈഡിലേക്കും കൂറ്റൻ ഭാരവാഹനങ്ങൾ എത്തിക്കുന്നതിന് വലിയ പ്രയാസം നേരിട്ടു. അത് ഈ പാലം തകർന്നു പോയതിനെ തുടർന്നാണ്. ഇന്നലെ സൈന്യം മദ്രാസ് എഞ്ചിനീയറിംഗ് റെജിമെന്റ് ആ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നിലവിലിപ്പോൾ ആ പാലം കടന്ന് 7 മണിയോടുകൂടി വാഹനങ്ങൾ നീങ്ങിത്തുടങ്ങും. അപ്പോൾ അവിടെ വ്യാപകമായ തെരച്ചിലിന് ഇന്ന് സാധ്യതയുണ്ട്. 6 മേഖലകളായി തിരിച്ചാണ് ഇന്ന് തെരച്ചിൽ നടത്താൻ പോകുന്നത്. റഡാർ സംവിധാനം ഇന്നിപ്പോൾ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ റഡാർ സംവിധാനവുമായി എത്തുന്നത്. മണ്ണിനടിയിൽ മനുഷ്യ സാമീപ്യം ഉണ്ടോ എന്ന് ഇമേജിങ്ങിലൂടെ, തെർമൽ ഇമേജിങ്ങിലൂടെയൊക്കെ കണ്ടെത്തുന്ന സംവിധാനമാണ് അദ്ദേഹത്തിന്റെ പക്കലുള്ളത്. കഴിഞ്ഞ തവണ ഷിരൂരിൽ അദ്ദേഹം എത്തി ഇത്തരത്തിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഡൽഹിയിൽ നിന്നും കോഴിക്കോട് നിന്നുമാണ് ഈ റഡാർ സംവിധാനം കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട്. അത്തരത്തിൽ ആ രീതിയിലാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. കാണാതായ ആളുകളുടെ എണ്ണം 206 എന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഈ തെരച്ചിൽ നടത്തുമ്പോൾ വേദനയോടെ റീജിത്ത് നമ്മളൊരു പക്ഷേ ആ വിവരങ്ങൾ കുറേയധികം കിട്ടും. അത് മൃതദേഹങ്ങൾ കൂടുതലായി കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് മുണ്ടക്കൈക്കും പുഞ്ചിരിമട്ടത്തിനുമിടയിൽ റിവർ ബെഡ് രൂപപ്പെട്ടിട്ടുണ്ട്. വലിയ കല്ലും ചെളിയും മണ്ണുമൊക്കെയായി. ആ ഭാഗത്ത് തെരച്ചിൽ നടത്തുമ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്തയായി ഈ ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം ഭാഗത്തു നിന്നും വരാൻ സാധ്യതയുണ്ട്. 91 ക്യാമ്പുകളിലായി 9330 പേർ ഇപ്പോഴും കഴിയുന്നുണ്ട്. 120 മൊബൈൽ ഫ്രീസർ ഇപ്പോൾ തന്നെ കരുതിയിട്ടുണ്ട്. കാരണം മരണസംഖ്യ കൂടും. ഈ തെരച്ചിൽ 6 മേഖലകളായി തിരിച്ച് നടത്തുന്ന വിപുലമായ തെരച്ചിൽ വരുന്നതോടെ കൂടുതൽ മൃതദേഹം കണ്ടെത്തുമെന്നും മരണസംഖ്യ ഇനിയും കൂടുമെന്നും ഉറപ്പായതോടെയാണ് 120 മൊബൈൽ ഫ്രീസറുകൾ കൂടി എത്തിച്ചത്. പുഞ്ചിരിമറ്റത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട തെരച്ചിൽ നടക്കേണ്ടത്. മുണ്ടക്കൈ മുതൽ പുഞ്ചിരിമട്ടം വരെ നീളുന്ന ഒരു 1.5 കിലോമീറ്റർ സ്ട്രെച്ച്, അത് കൃത്യമായ രീതിയിൽ ഇന്ന് പരിശോധന നടക്കും. ഏറ്റവും അധികം മൃതദേഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയും അവിടെയാണ്. അസം സ്വദേശികൾ, തേയില ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന അസം സ്വദേശികൾ എവിടെയെന്നറിയില്ല. അവരുടെ വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. ഒന്നുകിൽ അവർ ഈ രൂപപ്പെട്ട പുഴയിൽ ഒഴുകിപ്പോയി കാണും, അല്ലെങ്കിൽ ആ മണ്ണിനടിയിൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഈ തരത്തിലാണ് ഇന്നത്തെ തെരച്ചിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. യന്ത്രങ്ങൾ കൊണ്ടുള്ള തെരച്ചിൽ, മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനുള്ള തെരച്ചിൽ, അതാണ് ഇന്നു മുതൽ. ജീവൻ രക്ഷാ ദൗത്യം ഇന്നലെ കൊണ്ട് ഏറെക്കുറെ കഴിഞ്ഞ മട്ടാണ്. ഇപ്പോൾ റീജിത്ത് ഒരു രക്ഷയുമില്ല. നശിച്ച മഴ രാവിലെ മുതൽ ഈ ദൗത്യ സംഘത്തിന് തിരിച്ചടിയാകും എന്നുള്ള കാര്യം ഇനിയിപ്പോൾ സംശയിക്കേണ്ടതില്ല. കാരണം ഒരു രക്ഷയുമില്ലാത്ത മഴയാണ് രാവിലെ മുതലുള്ളത്. വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് വരാൻ പോലും പറ്റാത്തത്ര അസൗകര്യം നേരിടുന്ന മഴ. ഈ രക്ഷാദൗത്യ സംഘത്തിനൊപ്പം ഈ വാഹനങ്ങൾ കടത്തിവിടുന്നവരും ഒപ്പം തന്നെ ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ഒട്ടനവധി ആർമി പേഴ്സണൽസ് ഉണ്ട്. അവർക്കെല്ലാം ഇത് ഭീകരമായ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. മഴ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് റീജിത്ത്. എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലും അതീവ ദുഷ്കരമായ ദൗത്യം, ഇന്നും സമാനമായ രീതിയിൽ തന്നെ ഈ കാലാവസ്ഥ വെല്ലുവിളിയായി നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. രാവിലെ മുതൽ അവിടെ അതിശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലമുണ്ട്. അത് വരും മണിക്കൂറുകളിൽ എങ്ങനെ ആ തെരച്ചിലിനെ ബാധിക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. ഒരു നാടൊന്നാകെ ഇല്ലാതായി നിൽക്കുന്ന വലിയ ദുരന്തമാണ്. വിലാപത്തിൻ്റെ കണ്ണീർ കാഴ്ചകളാണ് എങ്ങും കാണാൻ കഴിയുന്നത്. അതിനിടയിൽ നിന്നുകൊണ്ടുള്ള 4ാം ദിനത്തിലെ തെരച്ചിൽ ആരംഭിക്കാൻ പോവുകയാണ്. ബെയിലി പാലത്തിലൂടെ ദൗത്യസംഘം നീങ്ങുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. 7 മണിയോടുകൂടി, കൃത്യം 7 മണിയോടുകൂടി ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വ്യക്തമായ ഒരു ആക്ഷൻ പ്ലാനോടുകൂടിയാണ് ഇന്നത്തെ തെരച്ചിൽ നടക്കാൻ പോകുന്നത്. ഇന്നലെ മന്ത്രിസഭാ ഉപസമിതി യോഗത്തിന് ശേഷം അതെങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം മന്ത്രിമാരും ദൗത്യസംഘ പ്രതിനിധികളുമൊക്കെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ജീവനോടെ കണ്ടെത്തിയ എല്ലാവരെയും ഇതിനോടകം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് സൈന്യം, രക്ഷാദൗത്യ സംഘം അറിയിക്കുന്നുണ്ട്. 348 കെട്ടിടങ്ങളെ, വീടുകളടക്കം 348 കെട്ടിടങ്ങളെ ആ ദുരന്തം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്ന കണക്കുകൾ. തകർന്നടിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾക്കിടയിൽ, വലിയ ചെളിക്കൂമ്പാരങ്ങൾക്കിടയിലൊക്കെ ഇന്ന് തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. ഇന്ന് ബെയിലി പാലം യാഥാർത്ഥ്യമായതോടുകൂടി കൂടുതൽ സംവിധാനങ്ങൾ അവിടേക്ക് എത്തി അവിടെയൊക്കെ തെരച്ചിൽ നടത്താൻ പോകുന്നു. 6 സോണുകളായി തിരിച്ചുള്ള തെരച്ചിലാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നേരത്തെ ആ മേഖലകൾ ഞങ്ങളുടെ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അട്ടമല, ആറന്മല മേഖലയാണ് ആദ്യ മേഖല. അതിനുശേഷം മുണ്ടക്കൈ സോൺ 2 ആയി കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ തെരച്ചിൽ നടക്കും.
പുഞ്ചിരിമട്ടത്ത് തെരച്ചിലുണ്ടാകും. വെള്ളാർമല വില്ലേജ് റോഡിൽ തെരച്ചിലുണ്ടാകും. GVHSS വെള്ളാർമല ഭാഗത്ത് തെരച്ചിലുണ്ടാകും. ഒപ്പം തന്നെ പുഴയുടെ അടിവാരം പുഴയിൽ തെരച്ചിലുണ്ടാകും. നിലമ്പൂരിലേക്ക് ചാലിയാർ പുഴ വഴി എത്തിയിരിക്കുന്ന 150-ലധികം മൃതദേഹങ്ങളാണ് എന്നുള്ളതാണ്. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി അത് വ്യക്തമാക്കുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ദുരിതബാധിതർക്ക് ആശ്വാസവാക്കുകളുമായി ഇന്നും അവരെ ആശ്വസിപ്പിക്കാൻ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കളൊക്കെ എത്തുന്നുമുണ്ട്. സർക്കാർ നിലവിൽ എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിക്കുന്നുണ്ട്. മന്ത്രിമാരുടെ സംഘം അവിടെ തുടരുന്നുണ്ട്. ആ മേഖലയുടെ പുനരധിവാസത്തിനടക്കം വിപുലമായ ചർച്ചകൾ ഇനി ആവശ്യമാണ്. ഈ ഘട്ടത്തിൽ പക്ഷേ തെരച്ചിൽ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. സുരക്ഷിതമായി കണ്ടെത്തിയ, ജീവനോടെ കണ്ടെത്തിയ എല്ലാവരെയും തിരികെ എത്തിച്ചിട്ടുണ്ട്, സുരക്ഷിതമായി എത്തിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ആരെങ്കിലും ഏതെങ്കിലും ഇടത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക, മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന നിലയുണ്ട്, അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ദൗത്യസംഘം ആലോചിക്കുന്നത്. 200-ലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക്. അതിലേറെയുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. രാവിലെ തന്നെ കാലാവസ്ഥ ഒരു വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബെയിലി പാലം കടന്ന് ദൗത്യസംഘം മറുകരയിലേക്ക് പോവുകയാണ്. ഈ 6 സോണുകളിലായി അവരെ വിന്യസിക്കും. 40 പേരടങ്ങുന്ന സംഘമുണ്ടാകും. അവിടെ മണ്ണ് മാറ്റി, ചെളി മാറ്റി, ചെളി കൂമ്പാരങ്ങൾ മാറ്റിയുള്ള തെരച്ചിലായിരിക്കും നടക്കുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, റഡാർ സംവിധാനം കൂടി ഇന്നത്തെ തെരച്ചിലിൻ്റെ ഭാഗമാകാൻ പോകുന്നു എന്നുള്ളതാണ്. മണ്ണിനടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ അത് ഉപയോഗപ്പെടും. അത് കേന്ദ്രീകരിച്ചുള്ള, അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയാൽ അത് കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ അവിടെ നിന്നുണ്ടാകും. മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന കാര്യത്തിൽ അത് നിർണായകവുമാകും. കാണാമറയത്ത് ഉറ്റവരെ തേടി ഇപ്പോഴും ഒരു വിവരവുമില്ലാതെ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ കണക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് വലിയ നടുക്കമുണ്ടാക്കുന്ന, വലിയ വേദനയായി മാറുന്ന ഒരു കണക്കാണ്. നാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കണ്ണീർ കാഴ്ച ആ മേഖലയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. പിഞ്ചു കുട്ടികളെ അടക്കം കാണാതായിട്ടുണ്ട്. ഇന്നലെ ആ കണക്കുകൾ പുറത്തു വന്നിരുന്നു. 29 കുട്ടികളെയാണ് കാണാതായിട്ടുള്ളത് എന്നുള്ളതാണ്. മുണ്ടക്കൈ വെള്ളാർമല പ്രദേശത്ത് നിന്ന് 2 സ്കൂളുകളിൽ നിന്നുമായി, മേപ്പാടി ഭാഗത്തെ 2 സ്കൂളുകളിൽ നിന്നുമായി ആകെ 29 വിദ്യാർത്ഥികളെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മുമ്പിൽ ഈ ഘട്ടത്തിലുള്ള കണക്ക്. കാണാതായവരുടെ വിവരശേഖരണമടക്കം നടക്കുന്നുണ്ട്. ആ കണക്കുകളിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നത്. സർക്കാരിൻ്റെ കൈവശം ഒരു കണക്കും, പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതൽ ആളുകൾ ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മണ്ണിനടിയിലുണ്ട് എന്നവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നതുമൊക്കെയാണ്. രക്ഷാദൗത്യ സംഘത്തിനൊപ്പം പ്രാദേശിക രക്ഷാപ്രവർത്തകരും സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അവിടെ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നും സമാനമായ കാഴ്ച അവിടെ ഉണ്ടാകുമെന്നുള്ളത്. ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു വിവരം പുറത്തു വരുന്നത് കോഴിക്കോട്ട് നിന്നാണ്. കോഴിക്കോട് കക്കയത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു. കക്കയം ഡാം റോഡിലെ പാറക്കൂട്ടം അടർന്നു വീണിരിക്കുന്നു. 10 കുടുംബങ്ങൾ ഭീതിയിലാണ് എന്നാണ് സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് അറിയിക്കുന്നത്. സമീർ അതിൻ്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സമീർ, തുടരാം. സമീർ, എന്താണ് വിവരങ്ങൾ? റിജിത്ത്, വലിയ രീതിയിലുള്ള ഒരു ഭീതിപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് ഉണ്ടാകുന്നത്. കോഴിക്കോട് കക്കയത്താണ് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ വലിയ പാറക്കൂട്ടമാണ് റോഡിലേക്ക് പതിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു കഷ്ണമാണ്, ഏറ്റവും വലിയ ഒരു കഷ്ണമാണ് ഇപ്പോൾ റോഡിൻ്റെ ഈ ഭാഗത്ത് അത് തങ്ങി നിന്നിരിക്കുന്നത്. കക്കയം റോഡ് സൈറ്റിലേക്കുള്ള ഭാഗമാണ്. ഡാമിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ആ ഭാഗത്ത് തന്നെ ഇത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഗതാഗതം പൂർണ്ണമായും ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അതിൻ്റെ താഴ്ഭാഗത്ത് 10 കുടുംബങ്ങളുണ്ട് എന്നുള്ളതാണ്. വലിയൊരു ആശങ്കയോട് കൂടിയാണ് ഈ കുടുംബങ്ങൾ കഴിയുന്നത്. അതിന് ആ ഒരു പശ്ചാത്തലത്തിൽ ബന്ധപ്പെട്ടവർ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യം ഈ കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ മണ്ണിടിയുകയും വലിയ ഒരു ഭീതിയിലേക്ക് ജനങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് അവരെ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ മഴ ഒന്ന് മാറിയ പശ്ചാത്തലത്തിൽ ആ വീട്ടുകാരെല്ലാം തന്നെ അവരുടെ വീടുകളിലേക്ക് മടങ്ങി വരികയും സാധാരണ ജീവിതത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഈ പാറക്കൂട്ടങ്ങൾ പതിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ KSEBയുടെയും അതുപോലെ തന്നെ ഹൈഡൽ ടൂറിസത്തിൻ്റെയൊക്കെ ഉദ്യോഗസ്ഥരുണ്ട്. ഈ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് കടന്നു പോകുന്നതിന് തൊട്ടു പിറകെയാണ് ഈ വലിയ പാറ റോഡിൻ്റെ ഭാഗത്തേക്ക് വീണത്. അതുകൊണ്ട് തന്നെ ഒരു തലനാരിഴക്കാണ് വൻ ദുരന്തം ഒഴിവായത് എന്നുള്ളതും ആശ്വാസം നൽകുന്ന കാര്യമാണ്. കോഴിക്കോട് ജില്ലയുടെ നഗരമേഖലയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. 3 ദിവസമായി ഉണ്ടായിട്ടുള്ള മഴയിൽ 23 വീടുകൾ പൂർണ്ണമായും, 28 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള കാർഷിക മേഖലയിലും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ 80 ക്യാമ്പുകളിലായിക്കൊണ്ട് 4481 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. തീവ്രമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിലാണ് കോഴിക്കോട് ജില്ല ഉള്ളത്. TK രജിത്ത്.
എല്ലാ ജില്ലകളിലും ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശം കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. 2 ദിവസം കൂടി മഴ തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. നമുക്കറിയാം വയനാട്ടിലെ വലിയ ദുരന്തം അത് നമ്മുടെ മുമ്പിലുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക, അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി ഈ ഘട്ടത്തിൽ പാലിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. സമീർ സി മുഹമ്മദ് കക്കയത്തെ അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. ഷഫീദ് റാവുത്തർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഷഫീദ്, 7 മണിയോട് അടുക്കാൻ പോകുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ബെയിലി പാലം കടന്ന് ദൗത്യസംഘം മറുകരയിലേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ ഈ കൂടുതൽ സംവിധാനങ്ങൾ അത് JCB ആണോ എന്നറിയില്ല, അതുപോലെ വലിയ ട്രക്കാണോ, ഹെവി ട്രക്കാണോ എന്നറിയില്ല, മെഡിക്കൽ ആംബുലൻസുകളാണോ എന്നറിയില്ല. ദൗത്യസംഘത്തിൻ്റെ വാഹനങ്ങൾ കൂടി അല്പനിമിഷത്തിനകം മറുകര കടക്കും. അങ്ങനെയാണോ ഷഫീദ്? അത് തന്നെയാണ്. ഇപ്പോൾ 2 സംഘങ്ങൾ, അതായത് ഈ കടാവർ നായകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി 2 സംഘങ്ങൾ ഇപ്പോൾ തന്നെ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് രാവിലെ മുതൽ തന്നെ പറയുന്നത് 6 സെക്ടറുകളായി തിരിച്ചുള്ള പരിശോധന. അതിൽ ഏറ്റവും പ്രധാനം അട്ടമലയും ആറന്മലയുമാണ്. ആ ഭാഗത്തേക്കുള്ള ആദ്യ സംഘം ഇപ്പോൾ പോയിരിക്കുന്നു. രണ്ടാമത്തെ സംഘം മുണ്ടക്കൈ ഭാഗത്തേക്കുള്ളതാണ്. മൂന്നാമത്തെ സംഘം അല്പസമയത്തിനുള്ളിൽ പുറപ്പെടും. അവർ ഈ പുഞ്ചിരിമട്ടം ഭാഗത്തേക്കായിരിക്കും. അങ്ങനെ അങ്ങോട്ടേക്കുള്ള 3 സംഘങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ വെള്ളാർമല ഈ വില്ലേജ് റോഡ്, വെള്ളാർമല GVHSS, ഒടുവിൽ ഈ പുഴയുടെ അടിഭാഗം, അതായത് ചൂരൽമലയുടെ താഴ്ഭാഗം അടക്കമുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തുക. നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മഴ നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കൂടി പരമാവധി വേഗത്തിൽ ഇക്കാര്യത്തിൽ തിരച്ചിൽ നടത്തുക എന്നുള്ളത് മാത്രമാണ്. അല്പസമയം മുൻപ് മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അത് സജീവ മനുഷ്യ സാന്നിധ്യം ഈ ദുരന്ത മേഖലയിൽ കണ്ടെത്തുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട്, അത് നമുക്ക് നൽകുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതിലൊരൊറ്റ കാര്യം മാത്രമാണ്. ഒരു പക്ഷേ നമ്മൾ ഇന്നത്തെ തിരച്ചിലിൽ നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതാണ്, ഇന്നത്തെ തിരച്ചിലിൽ ഒരുപക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തുടിപ്പുള്ള ജീവൻ, അങ്ങനെ ഒന്നുന്ന ജീവന്റെ ഒരു തുടിപ്പ് ഒരു പക്ഷേ ഉണ്ടാകില്ല. കാരണം അത്ര വലിയ ദുരന്തമായിരുന്നു. ദിവസം ഇത് 3 പിന്നിട്ടു, 4-ാം പക്കമാണ്. ആ 4-ാം പക്കത്തിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷകളോ അല്ലെങ്കിൽ ആശ്വാസകരമായ വിവരങ്ങളോ ഒരു പക്ഷേ ഇവിടെ നിന്ന് പറയാൻ കഴിയില്ല. കാരണം അത്രത്തോളം വലിയ ദുരന്തമാണ് ഇവിടേക്ക് വന്ന് പതിച്ചത്. അത് നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ കൂറ്റൻ പാറകൾ അത് കൊണ്ടുവന്ന് മനുഷ്യനെ ഏത് രീതിയിലൊക്കെ അപായപ്പെടുത്താമോ ആ രീതിയിൽ അവർ അപായപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയുള്ള പാറകളും പൊട്ടിയൊലിച്ചു വന്ന ഈ ഉരുളും അതാണ് ചാലിയാർ പുഴ വരെ ഈ അപകടത്തിന്റെ തീവ്രത എത്തിച്ചത്. ഏതായാലും ഇന്നത്തെ പരിശോധനയിൽ പരമാവധി മനുഷ്യരെ കണ്ടെത്തുക. അത് ഈ മണ്ണിനടിയിൽ പൊളിഞ്ഞ വീടുകൾക്കിടയിൽ, വലിയ മൺകൂനകൾക്കിടയിൽ, പാറക്കെട്ടുകൾക്കിടയിൽ, മരങ്ങൾ കടപുഴകി വീണ സ്ഥലത്തൊക്കെ മനുഷ്യരൊരു പക്ഷേ ഉണ്ടാകും. അവിടെയൊക്കെ ഹിറ്റാച്ചികൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുക. ഈ റിവർ ബെഡ്, ഈ മുകൾ ഭാഗത്ത് റിവർ ബെഡ് ഉണ്ടായ സ്ഥലത്തേക്ക് ഹിറ്റാച്ചികൾ എത്തിച്ചുകൊണ്ട് അവിടുത്തെ മണ്ണ് നീക്കം നടത്തുക. അവിടെ മണ്ണ് നീക്കി പരിശോധന നടത്തി ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ടവർ എവിടെയാണ് എന്ന് പോലും അറിയാത്ത ക്യാമ്പുകളിലും ആശുപത്രികളിലും ഒക്കെ വിലപിക്കുന്ന മനുഷ്യർക്ക് അവർക്ക് അതിനൊരു ഉത്തരം നൽകുക. അതായിരിക്കും ഇന്നത്തെ തെരച്ചിലിന്റെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആവർത്തിച്ച് പറയുന്നു, ചാലിയാറിൽ ഇനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം അത് ആർമിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ആർമി പേഴ്സണൽ സർവീസ് സർക്കാരിനെ അറിയിച്ചിട്ടുമുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ചാലിയാർ ഭാഗത്ത് ഈ 40 കിലോമീറ്റർ പരിധിയിൽ സംഘങ്ങൾ പരിശോധനയ്ക്ക് ഇറങ്ങുന്നത്. 8 പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പരിശോധന അതുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഇപ്പോൾ കൂടുതൽ യൂണിറ്റുകളടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ രക്ഷാപ്രവർത്തകർ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അവരടക്കം വരും മണിക്കൂറുകളിൽ ഈ പറയുന്ന 6 മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തിരച്ചിൽ നടത്തും. 4 കടാവർ നായകളെ തമിഴ്നാട്ടിൽ നിന്ന് എത്തിക്കുന്നുണ്ട്. അതും നമ്മുടെ ഈ സംഘത്തിനൊപ്പം ഉണ്ടാകും. ഇപ്പോൾ ഈ മഴയ്ക്ക് ശേഷം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പുഴ എങ്ങനെയാണ് ഒഴുകുന്നത് എന്നുള്ളത്. ഇപ്പോഴും മഴ സാധ്യത അത് മാറിയിട്ടില്ല. മഴയൊരു ഭീഷണിയായി നമുക്ക് മുൻപിലുണ്ട്. മഴ പൂർണ്ണമായും മാറിയാൽ ഒരുപക്ഷെ തെരച്ചിലിന് കൂടുതൽ സഹായകരമാകും. ആ ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. ഇന്നലെ ഈ ഭാഗത്ത് നമുക്ക് വിസിബിലിറ്റി പോലും മറയ്ക്കുന്ന തരത്തിലേക്ക് കോടയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ഇതുവരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു ജോഗ്രഫിയാണ്, ഒരു പ്രത്യേക ജോഗ്രഫിയാണ്. അവിടെ എപ്പോൾ വേണമെങ്കിലും കോട വരാം. അത് നമുക്ക് കാണാം. ഇപ്പോൾ അഭിലാഷ് തൊഴുവങ്കോട് പകർത്തുന്ന ദൃശ്യങ്ങളിൽ അടുത്ത സംഘം മുകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. ഓരോ സംഘങ്ങളെയാക്കി അയക്കുകയാണ്. 40 പേരടങ്ങുന്ന ഒരു സംഘത്തിൽ ആർമി ഉദ്യോഗസ്ഥരുണ്ട്, അതേപോലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്, NDRF SDRF ആളുകളുണ്ട്.
അതിനുമപ്പുറത്തേക്ക് പ്രാദേശികമായി 3 പേരെ കൂടി ആ സംഘത്തിൽ ഉൾപ്പെടുത്തുകയും ഒരു വനംവകുപ്പ് ജീവനക്കാരനെ കൂടി ആ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അങ്ങനെ ഈ പരിചിതമല്ലാത്ത ഭൂപ്രകൃതിയിൽ പോലും വളരെ പെട്ടെന്നൊരു തിരച്ചിൽ നടത്തുക വളരെ പ്രധാനമായും നമ്മൾ ലക്ഷ്യം വെക്കുന്ന കാര്യം അത് മാത്രമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മനുഷ്യന് വേണ്ടിയിട്ട്, ജീവിച്ചിരിക്കുന്ന മനുഷ്യന് വേണ്ടിയിട്ടാണ് തിരച്ചിൽ നടത്തുന്നതെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ തിരച്ചിൽ അങ്ങനെയല്ല. എത്ര പേർ, ഈ കാണാതായവരുടെ കണക്ക് 206 എന്ന് പറയുമ്പോൾ അത് ഈ ഭൂപ്രദേശത്തെ സംബന്ധിച്ച് ഒരു 2000 പേരിൽ താഴെ മാത്രം താമസിക്കുന്ന അവർ മാത്രമുണ്ടായിരുന്ന 2 ഗ്രാമങ്ങളെ സംബന്ധിച്ച് അത് വലിയ ഭീഷണിയും വലിയ ആശങ്കയും ഒക്കെയാണ്. അപ്പോൾ അവരെ കൂടി കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ പ്രൈം ദൌത്യം. ആ ദൌത്യം ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് അപ്പുറത്തേക്ക് മാധ്യമങ്ങളെ ഇതുവരെയും കടത്തിവിട്ടിട്ടില്ല. ഒരുപക്ഷെ ഈ ആർമി പീപ്പിൾസ് അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോൾ നമ്മളെ കടത്തിവിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളും അവിടുത്തെ വിവരങ്ങളും എത്തിക്കാൻ കഴിയും. പക്ഷേ അത്യന്തം സങ്കടമാണ്, ഹൃദയഭേദകമാണ്, ദുഃഖഭരിതമാണ് വയനാട്ടിലെ അവസ്ഥ. ഈ മലനിരകൾക്ക് മുകളിൽ വിഷാദം ഇങ്ങനെ തളം കെട്ടിക്കിടപ്പുണ്ട്. കാരണം മനുഷ്യരുടെ കണ്ണീരാണ്. ക്യാമ്പുകളിലും ആശുപത്രികളിലും മാത്രമല്ല, പ്രിയപ്പെട്ടവരെ തേടി ഈ ദുരന്തമുഖത്തും അവർ നേരത്തെ ജീവിച്ചിരുന്ന നാട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചൂരൽമല പ്രദേശത്ത് റിജിത്ത്, അവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ ഉൾപ്പെടെ പലതും ഒലിച്ചുപോയി. സ്കൂൾ ഗ്രൗണ്ടില്ല, സ്കൂൾ കെട്ടിടങ്ങളില്ല, കുട്ടികൾ പഠിച്ച ക്ലാസ് മുറികളില്ല. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു പോയ കുറെ മേഖലകളാണ് ചൂരൽമലയും മുണ്ടക്കയും പുഞ്ചിരിമട്ടവും അട്ടമലയും അടക്കം. അവിടെ ആദിവാസി ഊരുകൾ അടക്കമുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയും ആശങ്കകൾ നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ ഭാഗത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മൂന്നാമത്തെ സംഘവും ചൂരൽമലയിൽ നിന്ന് ബെയിലിപ്പാലം കടന്ന മുണ്ടക്കൈ ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായി കണക്കാക്കാൻ കഴിയും. കാരണം ഏറ്റവും അധികം കാര്യക്ഷമമായി തെരച്ചിൽ നടത്തേണ്ട ഒരു ദിവസം കൂടിയാണിത്. കഴിഞ്ഞ 3 ദിവസം നമ്മൾ മനുഷ്യർക്ക് വേണ്ടിയിട്ട്, അത് ജീവിച്ചിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി എവിടെയെങ്കിലും ഒരു ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു നമ്മൾ പരിശോധിച്ചെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കാണാതായവർ എവിടെയൊക്കെ, പ്രിയപ്പെട്ടവരെ തേടി വിലപിക്കുന്നവർക്ക് ഒരു ഉത്തരം നൽകാൻ കാണാതായവർ എവിടെയൊക്കെ എന്നുള്ള കാര്യം അത് അന്വേഷിക്കുകയാണ്. ഈ മേഖലയിൽ കഴിഞ്ഞ 1.5 മണിക്കൂറായി മഴയുണ്ടായിരുന്നു. അത് വലിയ വില്ലനായി മാറുന്നുണ്ട്. ഇനി ചാലിയാറിന്റെ ആ ഭാഗത്തെ കൂടി, ചാലിയാർ പുഴയുടെ ഭാഗത്ത് 40 കിലോമീറ്റർ കൂടി നടത്തുന്ന തിരച്ചിൽ നിർണായകമാകും. 8 പോലീസ് സ്റ്റേഷൻ പരിധികൾ കേന്ദ്രീകരിച്ച് പോലീസും പ്രാദേശികമായിട്ടുള്ള ആളുകളും മുങ്ങൽ വിദഗ്ധരടക്കമുള്ള ആളുകൾ ആ പുഴയിൽ പരിശോധന നടത്തും. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ പുഴയ്ക്ക് വനഭാഗത്തെ പുഴയുടെ സമീപത്ത് എവിടെയെങ്കിലും, പുഴയുടെ വശങ്ങളിൽ എവിടെയെങ്കിലും മൃതദേഹങ്ങൾ അടിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. പോലീസിന്റെ ഹെലികോപ്റ്ററിൽ ഏരിയൽ പരിശോധന നടക്കും. കോസ്റ്റ് ഗാർഡും നേവിയും സമാന്തരമായി അന്വേഷണവും പരിശോധനയും ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു തിരച്ചിൽ ദിവസമാണ് മഹാദുരന്തത്തിന്റെ വയനാട്ടുകാർ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ശ്രീജിത്ത്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. ബെയിലി പാലം വഴി ദൗത്യസംഘം മറുകരയിലേക്ക് നടന്നു നീങ്ങുകയാണ്. കൂടുതൽ സംഘങ്ങൾ അടുത്ത നിമിഷങ്ങളിൽ ഈ തെരച്ചിലിന്റെ ഭാഗമാകാനായി പുറപ്പെടും. 4-ാം ദിനത്തിലെ തെരച്ചിലാണ്. കൂടുതൽ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലാണ്. സമാനതകളില്ലാത്ത ദുരന്തത്തെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന നമ്മൾ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടൊരു അതിജീവനത്തിൻ്റെ സാധ്യത തേടുകയാണ്. ദുരന്ത ബാധിതരെ നെഞ്ചോട് ചേർക്കുന്നുണ്ട് കേരളം ഒന്നാകെ. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇന്നലെ നേരിട്ട് അവിടെ എത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കൾ, അതുപോലെ കേരളം ഒന്നാകെ അവരെ ആശ്വസിപ്പിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും ശ്രമിക്കുന്നുണ്ട്. വിവിധയിടങ്ങളിൽ നിന്ന് സഹായഹസ്തം അവർക്കായി, ആ ദുരന്തബാധിതർക്കായി ഓരോ മണിക്കൂറിലും എത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തികളായിക്കോട്ടെ, വ്യവസായ പ്രമുഖരായിക്കോട്ടെ, തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായം, വലിയ രീതിയിലുള്ള ഇടപെടൽ ഇനി ആ മേഖലയിൽ ആവശ്യമുണ്ട്. ഒരു നാടൊന്നാകെ ഇല്ലാതായി പോയിരിക്കുന്ന സാഹചര്യമാണ്. ഒരു മേഖലയൊന്നാകെ കുത്തിയൊലിച്ചില്ലാതായിരിക്കുന്ന സാഹചര്യമാണ്. ആ ദുരന്തത്തെ അതിജീവിച്ചവരാവട്ടെ, അവർക്ക് ജീവൻ മാത്രം തിരികെ കിട്ടി, ബാക്കിയെല്ലാം നഷ്ടമായി എന്നുള്ളതാണ് അവരുടെ അവസ്ഥ. ആ ക്യാമ്പുകളിലുള്ളവർ, ആശുപത്രികളിലുള്ളവരൊക്കെ പ്രതികരിക്കുന്നതിനെ നമുക്ക് ഹൃദയഭേദകം എന്ന് മാത്രമേ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ കഴിയൂ. ഒരു വലിയ കരച്ചിൽ, ഒരു വലിയ സങ്കടത്തോടു കൂടി മാത്രമേ നമുക്കതിനെയൊക്കെ വിശദീകരിക്കാൻ കഴിയൂ. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തേക്കുള്ള ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആ മേഖല കേന്ദ്രീകരിച്ച് നടക്കേണ്ട പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ, സ്കൂളുകളടക്കം തകർന്നിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ കുട്ടികൾക്കായി, അതുപോലെ അവിടെ അതിജീവിച്ചവർക്കായി നമ്മൾ ഒരുക്കേണ്ട
പ്രത്യേക സൗകര്യങ്ങൾ, അതൊക്കെ സംബന്ധിച്ച് വിപുലമായ ചർച്ചകളൊക്കെ പദ്ധതികളൊക്കെ നടക്കേണ്ടതാണ്. അതൊക്കെ പിന്നീടായിരിക്കും. പക്ഷേ ഈ ഘട്ടത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ആ തെരച്ചിൽ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള നടപടികളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് നേരത്തെ ഷഫീദും ശ്രീകാന്തുമൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ 6 സോണുകളിലായി തിരിഞ്ഞുള്ള തെരച്ചിലാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതിന് പരമാവധി സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താൻ പോകുന്നു. റഡാർ സംവിധാനമടക്കം ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ തെരച്ചിലിന്. മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുക. ഇന്നലെ ദൗത്യസംഘം അറിയിച്ചിരുന്നത് ജീവനോടെ കണ്ടെത്തിയ എല്ലാവരെയും രക്ഷപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണെങ്കിലും ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളത് പ്രധാനമാണ്. അതിനുവേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകുന്നു. ഇപ്പോഴും 206 പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഈ ദുരന്തമുഖത്ത് 4ാം ദിനത്തിലെ തെരച്ചിലും ഉറ്റുനോക്കി കഴിയുന്ന ഒരുപാട് നിസ്സഹായരായ മനുഷ്യരുണ്ട്. അവരുടെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകേണ്ടതുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടാതെ കഴിയുന്നവരാണവർ. ആശുപത്രികളിലൊക്കെ അവർ നിരന്തരം അന്വേഷിക്കുന്നു. ഓരോ ആംബുലൻസുകളും വരുമ്പോഴും അത് തങ്ങളുടെ പ്രിയപ്പെട്ടവരാണോ എന്നുള്ള കാര്യം അന്വേഷിക്കാൻ ഓടിയെത്തുന്ന നെഞ്ചു തകർക്കുന്ന കാഴ്ച പലയിടങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴും നമ്മളെ ഏറെ വേദനിപ്പിച്ചുകൊണ്ട് ഓരോ മണിക്കൂറുകളിലും പുറത്തു വരുന്ന വിവരങ്ങൾ അത് പ്രേക്ഷകർക്കറിയാം. നിലമ്പൂരിൽ നിന്ന് ഇതുവരെയുള്ള കണക്ക് പ്രകാരമാണെങ്കിൽ 150-ലേറെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തിരിക്കുന്നത്. അതിൽ തന്നെ പലതും ശരീരഭാഗങ്ങളാണ്. ആരുടേതാണ് എന്നറിയാത്ത നില. എങ്കിലും നമുക്ക് ഈ ഘട്ടത്തിൽ സാധ്യമായതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ആശുപത്രികളിൽ സൗകര്യങ്ങൾ ഒരുക്കുക, ക്യാമ്പുകളിൽ സൗകര്യങ്ങൾ ഒരുക്കുക, അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളതൊക്കെ മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയൂ. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി എല്ലാം മറന്ന് ജീവൻ പോലും പണയം വെച്ച് പ്രതികൂലമായ കാലാവസ്ഥയിലും അതിസാഹസികമായി തെരച്ചിൽ തുടരുന്നുണ്ട് ദൗത്യസംഘത്തിന് നേതൃത്വം നൽകുന്ന സൈന്യം, അതുപോലെ അതിൻ്റെ ഭാഗമാകുന്ന പോലീസ് ആയിക്കോട്ടെ, ഫയർഫോഴ്സ് ആയിക്കോട്ടെ, NDRF ആയിക്കോട്ടെ, അതിലെല്ലാം ഉപരിയായി ആ നാട്ടിലുള്ള ആളുകളായിക്കോട്ടെ, പ്രാദേശിക രക്ഷാപ്രവർത്തകരായിക്കോട്ടെ, അവരൊക്കെ അവരാൽ കഴിയുന്നത് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് 40 സംഘങ്ങളടങ്ങിയ 6 ടീമുകളാണ് അവിടെ തെരച്ചിൽ നടത്താൻ പോകുന്നത്. അതിൽ തന്നെ ദൗത്യസംഘത്തിൽപ്പെട്ട ആളുകൾ, ഒപ്പം തന്നെ പ്രാദേശികമായി ആ പ്രദേശത്തെക്കുറിച്ച് അറിവുള്ള ആളുകളെ കൂടി അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെ മേഖലകളിലാണ് കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നത്, വലിയ വീടുകൾ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമൊക്കെ ദൗത്യസംഘത്തിന് അത് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറുന്നതിനൊക്കെ അത് സഹായകമാകും എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കാൻ പോവുകയാണ്. ഇന്നലെ 7 മണിക്ക് തെരച്ചിൽ ആരംഭിക്കുമെന്ന് അറിയിച്ചതുപോലെ തന്നെ കൃത്യസമയത്ത് ദൗത്യസംഘം പുറപ്പെട്ടിട്ടുണ്ട്. കാലാവസ്ഥ ഇപ്പോഴൊരു വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. പക്ഷേ വരും മണിക്കൂറുകളിൽ അതും കാലാവസ്ഥ കനിയും ഇങ്ങനെ ഒരു ദുരന്തമുഖത്ത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, തുടരാം. ഷഫീദ്. റജിത്ത, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന ഒരൊറ്റ കാര്യമാണ്. അത് ഈ മുണ്ടക്കൈ ഭാഗത്തേക്കും പുഞ്ചിരിമട്ടം ഭാഗത്തേക്കും ഒക്കെ അങ്ങനെ സെക്ടറുകൾ തിരിച്ച ഭാഗത്തേക്ക് പോകാനായി തയ്യാറായിരിക്കുകയാണ് ആർമി അടക്കമുള്ള സംഘാംഗങ്ങൾ. 40 പേരടങ്ങുന്ന ഒരു സംഘം. ആ സംഘത്തിൽ 3 നാട്ടുകാർ, പ്രാദേശികമായിട്ടുള്ള നാട്ടുകാരുണ്ടാകും, ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥനുണ്ടാകും. അങ്ങനെ ഈ മേഖലകൾ 6 സെക്ടറുകളായി കേന്ദ്രീകരിച്ച മേഖലകളിൽ ഇന്ന് പുലർച്ചെ മുതൽ, ഇന്ന് രാവിലെ മുതൽ പരമാവധി കിട്ടുന്ന സമയം, അതായത് വൈകിട്ടൊരു ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കണ്ടതാണ്. ഇന്നലെ 3 മണിക്കും ഈ പ്രദേശങ്ങളിലൊക്കെ വലിയ മഴയായിരുന്നു. അപ്പോൾ ആ 3 മണി വരെയുള്ള സമയങ്ങളിൽ പരമാവധി തിരച്ചിൽ നടത്തുക. ഇന്ന് നമുക്കറിയാം, നമുക്കിന്ന് പ്രതീക്ഷിക്കാനൊന്നുമില്ല. ഇന്ന് വേദനയുടെ ചിത്രങ്ങൾ മാത്രമായിരിക്കും നമുക്കിന്ന് ഇവിടെ നിന്ന് പകർത്താൻ കഴിയുക. കഴിഞ്ഞ ദിവസം ഏറ്റവും ഹൃദയഭേദകമായ ഒരു കാഴ്ചയായിരുന്നു ഈ മനുഷ്യന്റെ ശരീരങ്ങൾ ഇങ്ങനെ പൊതിഞ്ഞു കെട്ടി ഒരു പിക്കപ്പ് വാനിൽ അപ്പുറത്തെ കരയിലേക്ക് എത്തിക്കും. അവിടെ നിന്ന് ആളുകൾ, രക്ഷാപ്രവർത്തകർ ചേർന്ന് അതിങ്ങനെ കൊണ്ടുവന്ന് ഈ പാലം കടന്ന് ആംബുലൻസിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ച, അത് നമുക്കങ്ങനെ നോക്കി നിൽക്കാൻ കഴിയില്ല. ഇന്നലെ നമ്മൾ ചില മന്ത്രിമാരടക്കം അങ്ങനെ ഒരു കാഴ്ചകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കാം. നമുക്ക് ആ സങ്കടം നമ്മുടെ ആ കണ്ണിൽ ഇനി കാണാൻ, നമുക്ക് ആ വേദനയോട് ആ സങ്കടം ഇനി കാണേണ്ട സാഹചര്യം അത് ഒഴിവാക്കാം. പകരം ഇവിടെ നിന്ന് ആംബുലൻസ് ഈ പാലം കടന്ന് അപ്പുറത്തേക്ക് പോകും. ആ താൽക്കാലിക പാലത്തിന്റെ ഉപയോഗം അവസാനിച്ചിരിക്കുന്നു. ഇനി ബെയിലി പാലം, ഇന്ത്യൻ ആർമി മദ്രാസ് റെജിമെന്റിന്റെ ഇച്ഛാശക്തിയുടെ പുറത്ത് ഒരൊറ്റ രാത്രിയും പകലും കൊണ്ട് പൂർത്തീകരിച്ച ബെയിലി പാലം വഴി അപ്പുറത്തേക്ക് ആംബുലൻസുകൾ പോകും. ഇന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് 25 ആംബുലൻസുകൾ എത്തിക്കുമെന്ന് ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്തേക്ക് നമുക്ക് കൂടുതൽ ആംബുലൻസുകൾ എത്തിച്ചാൽ, കൂടുതൽ യന്ത്ര സാമഗ്രികൾ എത്തിച്ചാൽ നമുക്കത് നേട്ടമാകും രക്ഷാപ്രവർത്തനത്തിന്. കാരണം ഉറ്റവരെ, ഉടയവരെ, പ്രിയപ്പെട്ടവരെവിടെയെന്ന് പോലും അറിയാതെ വിലപിക്കുന്ന ഒരുപാട് മനുഷ്യർ അത് ഈ പ്രദേശത്തുണ്ട്. ഈ ദുരന്തബാധിത മേഖലകളിൽ കണ്ണീരോടെ കാത്തിരിക്കുന്നുണ്ട്.
അതിനുമപ്പുറത്തേക്ക് ക്യാമ്പുകളിലും ആശുപത്രികളിലും അവരിങ്ങനെ തിരഞ്ഞു നടക്കുന്നുണ്ട്. അപ്പോൾ ആ മനുഷ്യർക്കൊരു ഉത്തരം നമുക്ക് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരെ കൂടി സംഘത്തിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് മുണ്ടക്കൈ ഭാഗത്തേക്ക് ബെയിലിപ്പാലം കടന്ന മറുകരയ്ക്ക് പോകുന്ന ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. അത്യന്തം സങ്കടം തുളുമ്പുന്ന കാഴ്ചകൾ നമ്മൾ ഇന്നലെ കണ്ടു. ഇന്നും പ്രേക്ഷകരോട് പറയട്ടെ, വേദനയോടെ പറയട്ടെ, അക്കാഴ്ചകൾ തന്നെയായിരിക്കും ഇന്നും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും ആ രീതിയിൽ നമ്മളെ കണ്ണലിയിപ്പിക്കുന്ന, നമ്മുടെ മനസ്സലിയിപ്പിക്കുന്ന കാഴ്ചകൾ ഇന്നും വയനാട്ടിൽ നിന്നുണ്ടാകും. പക്ഷേ സമാനതകളില്ലാത്ത മഹാദുരന്തം നടന്ന വയനാടൻ മണ്ണിലേക്ക് കേരളം ഒരൊറ്റക്കെട്ടായി ഷഫീദ് റാവുത്തറാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദൗത്യസംഘം ഇന്നത്തെ തെരച്ചിലിനായി പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് 4ാം ദിനത്തിലെ തെരച്ചിലാണ്. കൂടുതൽ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലാണ്. മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക, മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ റഡാർ സംവിധാനത്തെ അടക്കം ഉപയോഗപ്പെടുത്തുക എന്നുള്ള നീക്കങ്ങളായിരിക്കും ഇന്നുണ്ടാവുക. 6 സോണുകളായി തിരിഞ്ഞുള്ള തെരച്ചിൽ. ഓരോ സോണിലെ തെരച്ചിലിനും 40 അംഗ സംഘം. അതിൽ തന്നെ പ്രാദേശികമായി ആ പ്രദേശത്തെക്കുറിച്ച് അറിയുന്നവരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോഴും കാലാവസ്ഥ വില്ലനായി നിൽക്കുന്നുണ്ട്. രാവിലെ പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് അവിടെ ശക്തമായ മഴ ലഭ്യമാകും.